ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. പ്രവാസികൾ മണലാരണ്യത്തിലേക്ക് കാലുവച്ചതു മുതൽ ആ ബന്ധം വിശ്വാസത്തിന്റെയും കരുതലിന്റെയും പിൻബലത്തിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട് പടർന്ന് പന്തലിക്കുകയായിരുന്നു. നാടിന്റെ നട്ടെല്ലായ പ്രവാസികൾ വളർത്തിയെടുത്ത ആ ബന്ധം ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ആഭ്യന്തര വളർച്ചയ്ക്കും കാരണമായി തീർന്നു. ഇന്ന് ഇന്ത്യ എന്നാൽ ഗൾഫ് നേതാക്കൾക്ക് ഭയ ബന്ധമാണ്. പ്രത്യേകിച്ച് സൗദിയും UAEയും തമ്മിലുള്ള ബന്ധം ശത്രുരാജ്യങ്ങളിൽ പോലും അസൂയ തോന്നിപ്പോകും. ഇന്ത്യയിൽ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കളുടെ മുഖ്യ വിപണിയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. നരേന്ദ്രമോദി തുടക്കം കുറിച്ച മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനും ഇന്ത്യക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദി അധികാരത്തിലെത്തിയതിനു പിന്നാലെ പല ലോകരാഷ്ട്രങ്ങളുമായി സൗഹൃദം പുലർത്തുന്നത് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. എന്നാൽ 2019 ഇതിൽ ചെറിയൊരു വിള്ളലുണ്ടായി. 2019 ആർട്ടിക്കിൾ 370, 35 എന്നിവ ചരിത്രത്തിന്റെ ഭാഗമായ നിമിഷം. കശ്മീർ വിഭജന ബിൽ ലോക്സഭയിൽ പാസാക്കിയതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിച്ച് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. കശ്മീരിന് പ്രത്യേക പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ 370, 35A എന്നിവ റദ്ദാക്കി. ഇത്തരത്തിൽ നിർണായക തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ മുഖം ചെറുതായി ഒന്ന് കറുത്തു. പാകിസ്ഥാനെ ചുവട് പിടിച്ച് ഇതിനെ എതിർത്തുകൊണ്ട് സൗദി അറേബ്യ പോലും രംഗത്തെത്തിയിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ തന്ത്രം മനസ്സിലാക്കിയ ഇന്ത്യക്ക് സൗഹൃദത്തെ കൈവിടാൻ ആയില്ല. നാൾക്കുനാൾ വിള്ളലുകൾ നീക്കം ചെയ്യാനും കൂടുതൽ കരുത്ത് നേടാനായതും പാകിസ്ഥാനെ ചൊടിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം എത്തി നിൽക്കുമ്പോൾ കൂടുതൽ വികസനം മുന്നിൽ കണ്ട് ജമ്മു കാശ്മീരിൽ നിക്ഷേപം നടത്താൻ ദുബായും രംഗത്തെത്തി. കൂടാതെ വികസനത്തിന്റെ പുതിയ ചുവടുവയ്പ് കേൾപ്പിച്ച് ശ്രീനഗർ, ഷാർജ വിമാന സർവീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ മാസം ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന നിയമം എടുത്തുകളഞ്ഞ ശേഷം ആദ്യമായി 3 ദിവസത്തെ കശ്മീർ സന്ദർശനത്തിന് എത്തുകയായിരുന്നു അമിത്ഷാ. കശ്മീരിൽ കേന്ദ്രം നടപ്പാക്കുന്ന വികസനം അട്ടിമറിക്കാൻ സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് ചുട്ട മറുപടിയായിരുന്നു ശ്രീനഗർ, ഷാർജ വിമാന സർവീസിന്റെ ഉദ്ഘാടനം എന്നത്. ഇത് പാകിസ്ഥാന്റെ നെഞ്ചത്ത് തന്നെ ആഞ്ഞു തറച്ചു. കൂടാതെ കശ്മീരിന്റെ വികസനം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് അമിത്ഷാ ഭീകരവാദികൾക്ക് അന്ന് മുന്നറിയിപ്പ് നൽകി. ഗോ ഫസ്റ്റ് എന്ന വിമാന കമ്പനിയാണ് ശ്രീനഗർ, ഷാർജ അന്താരാഷ്ട്ര വിമാന സർവീസും അന്താരാഷ്ട്ര കാർഗോ സർവീസും ആരംഭിച്ചത്. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും UAEയിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചത്. ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. ഷാർജയിലേക്ക് വൈകിട്ട് പുറപ്പെട്ട ആദ്യ വിമാനം രാത്രി 9 മണിക്ക് UAEയിൽ എത്തിച്ചേരുകയും ചെയ്തു. ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് ആദ്യ അന്താരാഷ്ട്ര വിമാനം 2019 ഫെബ്രുവരി 14 എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിച്ചു. എന്നാൽ യാത്രക്കാർ കുറവായതിനാൽ തന്നെ സർവീസ് നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഈ വിമാന സർവീസോടെ ശ്രീനഗറും UAEയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വളരുമെന്ന പ്രതീക്ഷയായിരുന്നു ഇവർക്ക്. ശ്രീനഗർ, ജമ്മു, ലേ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഗോ സേവനവും ഇതുമൂലം വർദ്ധിച്ചു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള പൂക്കളും കാർഷികോൽപ്പന്നങ്ങളും UAEയിൽ എത്തിച്ചേരുന്നതോടെ ഇന്ത്യയും UAEയും കൂടുതൽ അടുക്കുമെന്നത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കശ്മീരിനെ വിറ്റുതുലയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്ന് പറഞ്ഞവർക്കുള്ള ചുട്ട മറുപടി കൂടിയായിരുന്നു ഇത്. ഇന്ത്യയുടെ വളർച്ചയെ തകിടം മറിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പാകിസ്ഥാൻ അങ്ങനെ വീണ്ടും എത്തി. ശ്രീനഗറിൽ നിന്ന് ഷാർജയിലേക്കുള്ള ആദ്യ വിമാനത്തിന് വ്യോമാതിർത്തി പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്തുകൊണ്ടാണ് വ്യോമാതിർത്തി അനുവദിക്കാതിരുന്നതെന്ന പാകിസ്ഥാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പാക് സർക്കാരിന്റെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വ്യോമാതിർത്തി അനുവദിക്കില്ലെന്ന പാകിസ്ഥാന്റെ നിലപാട് ശ്രീനഗറിൽ നിന്നുള്ള യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വ്യോമപാത അനുവദിച്ചു നൽകിയാൽ ഉദയ്പൂർ, അഹമ്മദാബാദ്, ഒമാൻ വഴി ഷാർജയിലേക്ക് പറക്കേണ്ടി വരുമെന്ന സാഹചര്യം ഉരുവാകും. ഇതുമൂലം 1 മണിക്കൂർ അധിക യാത്ര വരുന്നതിനാൽ തന്നെ ഇത് ചെലവേറുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ദൗർഭാഗ്യകരമാണെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. 2009, 2010 വർഷങ്ങളിൽ ശ്രീനഗർ, ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസിനോട് പാകിസ്ഥാൻ ഇതേ രീതിയിലാണ് പെരുമാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ G20 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഇറ്റലിയിലേക്ക് പോയതും തിരികെ എത്തിയതും പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ തന്നെയായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ശ്രീലങ്കൻ പര്യടനത്തിനായി ഇന്ത്യ തങ്ങളുടെ വ്യോമാതിർത്തി തുറന്നു നൽകിയിരുന്നു. എന്നിട്ടും ഇത്തരത്തിൽ പാകിസ്ഥാൻ മുഖം തിരിക്കുന്നത് UAEയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യക്കെതിരെയാണെങ്കിലും കൊള്ളുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.